നമസ്കാരം. പിണറായിക്കും മത്സരിക്കാൻ സീറ്റില്ല. കൂടാതെ 10 മന്ത്രിമാരെ പുറത്താക്കും, അല്ലെങ്കിലും പുറത്താകും. ഇതൊക്കെ പറയാൻ കാരണം സംസ്ഥാനത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം ഫെബ്രുവരി മാസം അവസാനത്തോടുകൂടി ഉണ്ടാകും. തദ്ദേശ തിരഞ്ഞെടുപ്പ് ഫലത്തിലെ തിരിച്ചടിയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് മുന്നേറാൻ LDFനും മികച്ച നേട്ടത്തിന്റെ പശ്ചാത്തലത്തിൽ കുതിക്കാൻ UDFനും ഒപ്പം നില മെച്ചപ്പെടുത്തുവാൻ NDAക്കും ഇനിയുള്ളത് 2.5 മാസമാണ് മുന്നിലുള്ളത്. എന്നാൽ ഈ തിരഞ്ഞെടുപ്പിലെ പരാജയം നൽകുന്ന ഒരു പാഠമുണ്ട്. അത് മനസ്സിലാക്കാൻ പരാജയപ്പെട്ടവർക്ക് കഴിയുന്നുണ്ടോ എന്നുള്ളതാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു തിരഞ്ഞെടുപ്പ് നടത്തിയാൽ ആരൊക്കെ ഇപ്പോഴത്തെ മന്ത്രിസഭയിൽ നിന്ന് ജയം ഉറപ്പിക്കും എന്ന് മനസ്സിലാക്കാൻ പറ്റും. സത്യത്തിൽ നിയമസഭ കടക്കാൻ സാധ്യത നഷ്ടപ്പെട്ട ഒരു 10 മന്ത്രിമാർ വരെ ഉണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് വിധിക്കുകയും ചെയ്യാം, പറയുകയും ചെയ്യാം. ഇനി അതിൽ തന്നെ 5 പേരുടെ അവസ്ഥ എന്ന് പറയപ്പെടുന്നത് അതിദയനീയവുമാണ്. വീണ ജോർജിനും റോഷി അഗസ്റ്റിനും P രാജീവനുമൊക്കെ നിലനിൽപ്പ് തന്നെ ഭീഷണിയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. തദ്ദേശ സ്വയംഭരണത്തിലെ തിരിച്ചടിയിൽ നിന്ന് കരകയറാൻ എന്തൊക്കെ തന്ത്രങ്ങളാണ് പിണറായിയുടെ ടീം ഇനി നടപ്പിലാക്കാൻ പോകുന്നത് എന്ന് കാത്തിരുന്ന് കാണേണ്ടതുമാണ്. നമുക്കറിയാമല്ലോ, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ്, ആ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതു മുന്നണിക്ക് ഒരു വലിയ തിരിച്ചടിയാണ് നേരിട്ടത്. അന്ന് മന്ത്രിമാരുടെ മണ്ഡലങ്ങളിൽ അടക്കം LDF പിന്നോട്ട് പോകുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതുമാണ്. UDF ആകട്ടെ 90-ലേറെ സീറ്റുകളിൽ വിജയിക്കുമെന്ന ഒരു അവസ്ഥയാണ് അന്ന് സംജാതമായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കാലഘട്ടത്തിൽ. അപ്പോൾ ഇതിനുശേഷം ആ ക്ഷീണം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തീർക്കാമെന്ന് കണക്ക് കൂട്ടിയായിരുന്നു ഇടതു മുന്നണി വലിയ പ്രതീക്ഷയോടുകൂടി മുന്നോട്ട് പോയത്. എന്നാൽ ആ പ്രതീക്ഷയ്ക്ക് മേൽ വൻ പ്രഹരമേൽപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇതാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതും തകർന്ന് തരിപ്പണമായതും. ഇപ്പോഴത്തെ നിലയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ ഒരു 10 മന്ത്രിമാർ വിജയിക്കുവാൻ സാധ്യത കുറവാണ് എന്നതാണ്. പുറത്താക്കും ജനം. കൃത്യമായിട്ടും ഈ 10 മന്ത്രിമാരെയും പുറത്താക്കിയിരിക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്വന്തം നിയമസഭാ മണ്ഡലങ്ങളിൽ കാര്യമായിട്ടുള്ള തിരിച്ചടി നേരിട്ടത് 5 മന്ത്രിമാർക്കാണ് എങ്കിലും മറ്റ് 5 പേർ ആഘാതം കുറച്ചിട്ടുണ്ട് എന്നുള്ളതേ ഉള്ളൂ. ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ എന്നിവിടങ്ങളിലെ വോട്ടുകൾ നിയമസഭാ മണ്ഡലാടിസ്ഥാനത്തിൽ കൂട്ടിയാൽ 10,000-ലേറെ വോട്ടുകൾക്കാണ് റോഷി അഗസ്റ്റിൻ, V അബ്ദുറഹ്മാൻ, വീണ ജോർജ്, OR കേളു, P രാജീവ് എന്നീ മന്ത്രിമാർ പിന്നിലായത് എന്ന് മനസ്സിലാകും. ഇവിടെ എല്ലാം UDF ആണ് ഒന്നാമതെത്തിയത്. രാമേന്ദ്രൻ കടന്നപ്പള്ളി 8,000-ഓളവും MP രാജേഷ് 6,000-ഓളവും V ശിവൻകുട്ടി 5,000-ഓളവും വോട്ടുകൾക്ക് പിന്നിലാണ്. V ശിവൻകുട്ടിയുടെ നിയമമണ്ഡലത്തില് NDA ആണ് അവിടെ മുന്നിട്ട് നിൽക്കുന്നത് എന്നുള്ളതാണ്. ഇനി KV ഗണേഷ് കുമാറും BN വാസവനും പിന്നിലാണ് എങ്കിലും അത് 1,000-നും 2,000-നും ഇടയിൽ വോട്ടുകൾക്ക് മാത്രമാണ് എന്നുള്ളതാണ്. മുഖ്യമന്ത്രി അടക്കം ആകെ 21 പേരുള്ള മന്ത്രിസഭയിലെ 10 മന്ത്രിമാരുടെ മണ്ഡലങ്ങളിലാണ് LDFന് തിരിച്ചടി നേരിട്ടത് എന്നുള്ളതാണ് ഞാൻ ഇതുവഴി പറഞ്ഞത്. അപ്പോൾ സ്വന്തം മണ്ഡലത്തിൽ 15,000-ലേറെ വോട്ടുകൾക്ക് മുന്നിലെത്തി മുഖ്യമന്ത്രി പിണറായി വിജയനും 13,000-ഓളം ഭൂരിപക്ഷം നേടി മന്ത്രി GR അനിലും 10,000 വോട്ടുകൾ അധികം നേടി KN ബാലഗോപാലും 12,000-ഓളം ഭൂരിപക്ഷം പിടിച്ച് മന്ത്രി P പ്രസാദുമാണ് ആകെ ഈ ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കിയത് എന്ന് പറയാൻ കഴിയുന്നത്. സ്വന്തം മണ്ഡലത്തിൽ പിന്നിൽ പോയ ഈ മന്ത്രിമാർക്ക് മുഖ്യമന്ത്രി മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. മന്ത്രിപ്പണിയുടെ തിരക്കിലും സ്വന്തം മണ്ഡലത്തിൽ കരുതൽ വേണമെന്നാണ് മുഖ്യമന്ത്രിയുടെ ഒരു മുന്നറിയിപ്പ് എന്ന് പറയപ്പെടുന്നത്. ഇപ്പോൾ മന്ത്രിമാരായിട്ടുള്ള K കൃഷ്ണൻകുട്ടിയുടെയും R ബിന്ദുവിന്റെയും മണ്ഡലത്തിൽ 6,000-ഓളവും AK ശശീന്ദ്രന്റെയും സജി ചെറിയാന്റെയും മണ്ഡലങ്ങളിൽ 5,000-ഓളവുമാണ് LDFന്റെ ഭൂരിപക്ഷം എന്ന് പറയപ്പെടുന്നത്. മുന്നേറാനായെങ്കിലും മന്ത്രിമാരായിട്ടുള്ള K രാജൻ, J ചിഞ്ചുറാണി, PA മുഹമ്മദ് റിയാസ് എന്നിവർ 2,000-ൽ താഴെ വോട്ടുകൾക്ക് മാത്രം മുന്നിലുമാണ്. ഇനി പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ മണ്ഡലമായിട്ടുള്ള പറവൂരിലേക്ക് പോയാലോ? പറവൂരിലേക്ക് പോയാൽ 10,000 വോട്ടുകൾക്ക് UDFന് മുന്നിലെത്താനായി എന്നുള്ളതാണ്. KPCC പ്രസിഡന്റായിട്ടുള്ള സണ്ണി ജോസഫിന്റെ മണ്ഡലത്തിൽ പോയാൽ ഏകദേശം 11,000 വോട്ടുകൾക്ക് UDF ഒന്നാമതെത്തി എന്നുള്ളതാണ്. ഇനി CPMന്റെ സംസ്ഥാന സെക്രട്ടറിയായിട്ട് MP ഗോവിന്ദന്റെ മണ്ഡലമായിട്ടുള്ള തളിപ്പറമ്പിലോട്ടൊന്ന് പോകൂ. തളിപ്പറമ്പിൽ അവിടെയും 2,000-ഓളം വോട്ടുകൾക്ക് UDF മുന്നിലാണെങ്കിലും ഇതിന് കീഴിലെ ആന്തൂർ മുനിസിപ്പാലിറ്റിയിലെ 5 വാർഡുകളിലും മലപ്പട്ടം പഞ്ചായത്തിലെ 3 വാർഡിലും എതിരില്ലാതെ LDF സ്ഥാനാർത്ഥികൾ തിരഞ്ഞെടുക്കപ്പെട്ടു എന്നതിനാൽ കാറ്റ് LDFന് അനുകൂലമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അപ്പോൾ LDF ഏറ്റവും മിന്നിച്ച നേട്ടം കൊയ്തത് സ്പീക്കർ AM ഷംസീറിന്റെ മണ്ഡലമായിട്ടുള്ള തലശ്ശേരിയിലാണ്.
ഏകദേശം 40,000-ഓളം വോട്ടുകൾക്കാണ് ഇവിടെ LDF മുന്നിട്ട് നിൽക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം ചർച്ച ചെയ്യാൻ ഡിസംബർ അവസാനം CPIM സംസ്ഥാന സമിതി യോഗം ചേരാൻ പോകുന്നു. ജനുവരി ആദ്യവാരം LDFന്റെ യോഗം നടക്കാൻ പോകുന്നു. അങ്ങനെ മുന്നണിയിലെ ഘടകകക്ഷികളോട് ഫലത്തെ വിലയിരുത്തുവാനാണ് മുന്നണി കൺവീനർ ഈ കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചയിൽ ആവശ്യപ്പെട്ടത്. ജനുവരിയിലെ യോഗത്തിൽ പരാജയത്തിന് കാരണമായിട്ടുള്ള ഘടകങ്ങൾ മുന്നണി പരിശോധിക്കും. പിന്നീട് തിരുത്തൽ നടപടികളിലേക്ക് കടക്കും. അതിനുശേഷം വീണ്ടും ഒരു മടങ്ങി വരവ് ഉണ്ടാക്കുമെന്നുള്ള അമിതമായിട്ടുള്ള ഒരു ആത്മപ്രതീക്ഷയിലാണ് ഇപ്പോൾ ഇടതുമുന്നണി. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഫലത്തിൽ ആവേശം ഉൾക്കൊണ്ട് മുന്നേറാനാണ് UDFന്റെ ശ്രമമെങ്കിൽ LDFിലെ ഘടകകക്ഷികളിൽ ചിലരെ ഇപ്പുറത്തേക്ക് എത്തിക്കുവാനുള്ള ശ്രമം വളരെ സജീവമായി തുടരുമെന്നുള്ളതാണ് വിവരം. ഒപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് വേഗം കൂട്ടുവാൻ അല്ലെങ്കിൽ വേഗം കടക്കുവാനുള്ള ഒരു ശ്രമം കൂടി KPCCയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്യുന്നു. സംസ്ഥാനത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം ഫെബ്രുവരി അവസാനത്തോടെ വന്നേക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലത്തിലെ തിരിച്ചടിയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് മുന്നേറാൻ കുതിക്കുവാൻ LDFനും മികച്ച നേട്ടത്തിന്റെ പശ്ചാത്തലത്തിൽ കുതിക്കുവാൻ UDFനും ഒപ്പം നില മെച്ചപ്പെടുത്തിയെടുക്കുവാൻ NDAക്കും ഇനി 2.5 മാസമാണ് മുന്നിലുള്ളത്. പക്ഷേ ആ 2.5 മാസം കൊണ്ട് എന്ത് നേട്ടങ്ങളാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. ഞാൻ ആദ്യം സൂചിപ്പിച്ചവരെ ഈ മന്ത്രിസഭയുടെ കാലാവധി അവസാനിക്കുമ്പോൾ മുഖ്യമന്ത്രിക്ക് അടുത്ത് മത്സരിക്കുവാൻ സീറ്റ് നൽകില്ല. അങ്ങനെ വരുമ്പോൾ സീറ്റില്ലാത്ത തരത്തിലേക്ക് ആകപ്പെടും. അതുകൊണ്ട് തന്നെ മത്സരത്തിലേക്ക് എത്തുവാൻ പിണറായിക്ക് കഴിയാതായി പോകും. മത്സരിക്കണമെന്ന് താല്പര്യപ്പെട്ടാൽ പോലും ചിലപ്പോൾ സീറ്റ് നൽകില്ല. അതാണ് പാർട്ടിയുടെ ഇനിയുള്ള 3 മാസക്കാലത്തെ തീരുമാനമെന്ന് പറയപ്പെടുന്നത്. അങ്ങനെ വരുമ്പോൾ പിണറായിയിൽ പുതിയൊരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവരേണ്ടി വരും. അങ്ങനെ പിണറായി മത്സരിക്കുന്ന അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലേക്ക് പുതിയ ആൾ വരുമ്പോൾ ആളും ആരവവും ഒക്കെ ഒഴിഞ്ഞ ഒരു വീട്ടിലേക്ക് പിണറായി മാറിപ്പോകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തപ്പെടും. അതുകൊണ്ട് പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ, ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രിയാകാമെന്നുള്ള മോഹം പിണറായി വിജയൻ ഉണ്ടെങ്കിൽ അത് നടക്കില്ല എന്നുള്ളതാണ്. ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ പിണറായി വിജയന് സീറ്റ് നൽകില്ല. ഒപ്പം തന്നെ ഇപ്പോൾ ഈ മന്ത്രിസഭയിൽ ഇരിക്കുന്ന ഏകദേശം 10 മന്ത്രിമാരടക്കം തോറ്റു തൊപ്പിയിടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ പരമദയനീയമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അത്രയും ഗതികേടിലേക്ക് എത്തിയിരിക്കുന്നു ഈ പാർട്ടിയും മുഖ്യമന്ത്രിയും മന്ത്രിമാരും എന്ന് വളരെ കൃത്യമായിട്ടുള്ള തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ വിധിയിലൂടെ ജനങ്ങൾ പഠിപ്പിച്ചു കൊടുത്തിരിക്കുന്നു. ആ പാഠം മനസ്സിലാക്കുവാൻ, ആ പാഠം പഠിക്കുവാൻ ഈ പിണറായി വിജയനും പിണറായി വിജയന്റെ മന്ത്രിസഭയും മന്ത്രിമാരും സർക്കാരും എല്ലാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വരുന്ന തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാൻ പിണറായി വിജയൻ ഉണ്ടാകില്ല. പകരം പുതിയൊരു സ്ഥാനാർത്ഥി, പുതിയൊരാൾ മുഖ്യമന്ത്രി നോമിനിയായിട്ടെത്തും. അതാരായിരിക്കും എന്നുള്ളതിനുള്ള സംശയങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. അത് P. രാജീവിലേക്ക് എത്തുമോ, അത് ബാലഗോപാലിലേക്ക് എത്തുമോ എന്നൊക്കെ കാത്തിരുന്ന് കാണാം. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച